വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPI കാർത്തികപ്പള്ളി മണ്ഡലം കമ്മിറ്റി കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ CPI സംസ്ഥാന കൗൺസിൽ അംഗം ദീപ്തി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPI കാർത്തികപ്പള്ളി മണ്ഡലം കമ്മിറ്റി കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ CPI സംസ്ഥാന കൗൺസിൽ അംഗം ദീപ്തി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ പേരിൽ പല പദ്ധതികളും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ജന ഔഷധി, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സഡക് യോജന അടക്കമുള്ള ഒട്ടേറെ പദ്ധതി. ആ PM-ൽ തുടങ്ങുന്ന പദ്ധതികളെ ഒന്നും ആ വികസന പ്രവർത്തനങ്ങളെ ഒന്നും എതിർക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ വർഗ ബഹുജന സംഘടനകളും. എന്നാൽ പുതിയ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുക? പുതിയ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ പേരിൽ തുടങ്ങുന്ന പല പദ്ധതികൾക്കും അതിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. വർഗീയതയിൽ അധിഷ്ഠിതമായ ഒരു ഹിഡൻ അജണ്ട. ആ അജണ്ടയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ രാജ്യത്തിനും ഓരോ വിദ്യാഭ്യാസ നയമുണ്ട്. ആ വിദ്യാഭ്യാസ നയമൊക്കെ തന്നെ നടപ്പിലാക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ നയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടായ വിദ്യാഭ്യാസ പദ്ധതികളാണ്. ആ നയങ്ങളെയൊക്കെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെയൊക്കെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ മതേതരത്തെയും ജനാധിപത്യത്തെയും അടക്കം. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി K. അനിലാൽ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി A. ശോഭ സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MS ഗിരീഷ്, വടക്കടം സുകുമാരൻ, KK നവാസ് എന്നിവരും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് പിള്ളക്കടവ്, B. ദിലീപ് കുമാർ, I. തമ്പി, PB സുഗതൻ, T. തസ്ലിം, R. അഞ്ജലി, A. സാജൻ, L. മൻസൂർ, S. രാമചന്ദ്രൻ എന്നിവരും നേതൃത്വം നൽകി. CDNet ന്യൂസ് കായംകുളം.